ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ ഞാൻ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യുക. ഇന്ന് ഒക്ടോബർ 13 അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ്, അതായത് ഇന്നലെ വരെയുള്ള മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ന്യൂസാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുക. അപ്പോൾ എൻ്റെ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിൽ ഞാൻ സ്റ്റാറ്റിക് ജി കെ കൂടി ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. അതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള സ്റ്റാറ്റിക് ജി കെ നിങ്ങൾക്ക് ഈ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിൻ്റെ കൂടെ തന്നെ പഠിച്ചു പോകാവുന്നതാണ്. കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റാറ്റിക് ജി കെ ആണ് എക്സാംസിന് ചോദിക്കുക. അതുകൊണ്ട് തന്നെ ഞാനും കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റാറ്റിക് ജി കെ എൻ്റെ ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. എൻ്റെ റെഗുലറായിട്ട് നിങ്ങൾ വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, എൻ്റെ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിൽ ഞാൻ ധാരാളം സ്റ്റാറ്റിക് ജി കെ കൂടി ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. സോ നമുക്ക് ഫസ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. സിവിൽ ഏവിയേഷൻ മിനിസ്റ്റർ സിൻഡിയ ഫ്ലാഗ്സ് ഓഫ് ഡൂൺ ഡ്രോൺ മേള ഇൻ ഉത്തരാഖണ്ഡ്. അപ്പോൾ ഉത്തരാഖണ്ഡിലെ ഡൂൺ ഡ്രോൺ മേള ഫ്ലാഗ് ഓഫ് ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സിവിൽ ഏവിയേഷൻ മിനിസ്റ്റർ, യൂണിയൻ സിവിൽ ഏവിയേഷൻ മിനിസ്റ്ററായ ജ്യോതിരാദിത്യ സ്കിൻഡിയ ആണ് ഇത് ഫ്ലാഗ് ഓഫ് ചെയ്തത്. അപ്പോൾ ഉത്തരാഖണ്ഡ് ഗവൺമെൻറ് വർക്ക്സ് ടുവേർഡ്സ് ഡെവലപ്പിംഗ് ഡെഹ്റാഡൂൺ ആസ് ആൻ എയറോസ്പോർട്സ് ആൻഡ് ഡ്രോൺ ഹബ് ഓഫ് ഇന്ത്യ. അപ്പോൾ ഉത്തരാഖണ്ഡ് ഗവൺമെൻറ് ഡെഹ്റാഡൂണിനെ എയറോസ്പോർട്സ് ആൻഡ് ഡ്രോൺ ഹബ് ഓഫ് ഇന്ത്യ ആക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഉത്തരാഖണ്ഡ് റിലേറ്റഡ് ന്യൂസും കൂടി ആയതുകൊണ്ട് നമുക്ക് ഉത്തരാഖണ്ഡിൻ്റെ കുറച്ച് സ്റ്റാറ്റിക് ജി കെ നോക്കാം. ഉത്തരാഖണ്ഡിൻ്റെ ക്യാപിറ്റൽ ഡെഹ്റാഡൂൺ ആണ്. ഉത്തരാഖണ്ഡിൻ്റെ ചീഫ് മിനിസ്റ്ററുടെ പേര് പുഷ്കർ സിംഗ് ധാമിയാണ്. ഉത്തരാഖണ്ഡ് ഗവർണറാണ് ഗുർമീത് സിംഗ്. പിന്നെ ജിം കോർബറ്റ് നാഷണൽ പാർക്ക്, ഗംഗോത്രി നാഷണൽ പാർക്ക്, ഗോവിന്ദ് നാഷണൽ പാർക്ക്, നന്ദാദേവി നാഷണൽ പാർക്ക്, രാജാജി നാഷണൽ പാർക്ക്, വാലി ഓഫ് ഫ്ലവേഴ്സ് നാഷണൽ പാർക്ക്, ഇതെല്ലാം ഉത്തരാഖണ്ഡിലാണുള്ളത്. പിന്നെ ബിൻസാർ വൈൽഡ് ലൈഫ് സാങ്ച്വറി, അസ്കോട്ട് മസ്ക് ഡിയർ സാങ്ച്വറി, മലൻ വൈൽഡ് ലൈഫ് സാങ്ച്വറി, ഇതെല്ലാം ഉത്തരാഖണ്ഡിലത്തെ വൈൽഡ് ലൈഫ് സാങ്ച്വറികളാണ്. പിന്നെ തെഹ്രി ഡാം, ഭഗീരഥി റിവറിലത്തെ തെഹ്രി ഡാം ഉത്തരാഖണ്ഡിലാണുള്ളത്. ഭീംതൽ ലേക്ക് ഉത്തരാഖണ്ഡിലാണുള്ളത്. നെക്സ്റ്റ് ന്യൂസ്, ഇന്ത്യ അനൗൺസസ് $200 million ലൈൻ ഓഫ് ക്രെഡിറ്റ് ഫോർ കിർഗിസ്ഥാൻ. കിർഗിസ്ഥാനിന് വേണ്ടിയിട്ട് $200 million ലൈൻ ഓഫ് ക്രെഡിറ്റ് അനൗൺസ് ചെയ്തിരിക്കുകയാണ് ഇന്ത്യ. $200 million ലൈൻ ഓഫ് ക്രെഡിറ്റ് ആണ് കിർഗിസ്ഥാനിന് വേണ്ടിയിട്ട് അനൗൺസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യ അനൗൺസ്ഡ് $200 million ലൈൻ ഓഫ് ക്രെഡിറ്റ് ഫോർ കിർഗിസ്ഥാൻ ആൻഡ് സൈൻഡ് ആൻ എഗ്രിമെൻറ്റ് ടു ക്യാരി ഔട്ട് എ സ്മോൾ ബട്ട് ഹൈ ഇമ്പാക്റ്റ് പ്രൊജക്ട്സ് ഫോർ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് ഇൻ ദ സെൻട്രൽ ഏഷ്യൻ സ്റ്റേറ്റ്. അപ്പോൾ കിർഗിസ്ഥാൻ്റെ പ്രസിഡന്റിൻ്റെ പേരാണ് സാഡിർ ജപാറോവ്. കിർഗിസ്ഥാൻ ക്യാപിറ്റൽ ബിഷ്കേക്ക് ആണ്. കറൻസി സോമാണ്. നെക്സ്റ്റ് ന്യൂസ്, ബത്തുകാമ ഫെസ്റ്റിവൽ ബിഗിൻസ് ഇൻ തെലുങ്കാന. അപ്പോൾ തെലുങ്കാനയുടെ ഫെസ്റ്റിവലാണ് ബത്തുകാമ. അപ്പോൾ ഇങ്ങനെ ചോദിക്കാം, ബത്തുകാമ ഫെസ്റ്റിവൽ ഈസ് ഓഫ് വിച്ച് സ്റ്റേറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തെലുങ്കാന. വിച്ച് സ്റ്റേറ്റ് എന്ന് ചോദിച്ചാൽ തെലുങ്കാനയാണ് ആൻസർ. തെലുങ്കാനയുടെ ഒരു ഫെസ്റ്റിവലാണ് ബത്തുകാമ ഫെസ്റ്റിവൽ. ഇതൊരു 9-day ഫ്ലോറൽ ഫെസ്റ്റിവലാണ്. അത് തെലുങ്കാനയിൽ തുടങ്ങിയെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ദ ഫെസ്റ്റിവൽ ബിഗാൻ വിത്ത് എക്സൈറ്റ്മെൻറ്റ് ആസ് എ വുമൺ വെർ ഡ്രസ്ഡ് ഇൻ ട്രഡീഷണൽ ക്ലോത്ത്സ് ആൻഡ് കളർഫുൾ പ്രൊസഷൻസ് വെർ ക്യാരിഡ് ഔട്ട് ഇൻ തെലുങ്കാന. ദ ബത്തുകാമ ഫെസ്റ്റിവൽ ഈസ് സെലിബ്രേറ്റഡ് ഡ്യൂറിങ് ദുർഗാ നവരാത്രി. അപ്പോൾ ഈ ദുർഗാ നവരാത്രി സമയത്താണ് ബത്തുകാമ ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുക. ദുർഗാഷ്ടമി വരെയുള്ള ദിവസങ്ങളിൽ ഇത് തുടരുന്നതാണ് ഈ ഫെസ്റ്റിവൽ. ഇനി തെലുങ്കാന റിലേറ്റഡ് ന്യൂസ് ആയതുകൊണ്ട് തെലുങ്കാനയുടെ കുറച്ച് സ്റ്റാറ്റിക് ജി കെ നോക്കാം. തെലുങ്കാന ക്യാപിറ്റൽ ഹൈദരാബാദ് ആണ്. തെലുങ്കാന ചീഫ് മിനിസ്റ്റർ കെ ചന്ദ്രശേഖർ റാവു ആണ്. തെലുങ്കാന ഗവർണർ തമിലിസൈ സുന്ദർരാജനാണ്. മൃഗാവണി നാഷണൽ പാർക്ക്, മഹാവീർ ഹരിണ വനസ്ഥലി നാഷണൽ പാർക്ക്, കാശു ബ്രഹ്മാനന്ദ റെഡ്ഡി നാഷണൽ പാർക്ക് എല്ലാം തെലുങ്കാനയിലാണുള്ളത്. കാവൽ വൈൽഡ് ലൈഫ് സാങ്ച്വറി, മഞ്ചിര വൈൽഡ് ലൈഫ് സാങ്ച്വറി, പകൽ വൈൽഡ് ലൈഫ് സാങ്ച്വറി, ഈ വൈൽഡ് ലൈഫ് സാങ്ച്വറികൾ തെലുങ്കാനയിലാണുള്ളത്. നെക്സ്റ്റ് ന്യൂസ്, ഡൽഹി ചീഫ് മിനിസ്റ്റർ അരവിന്ദ് കെജ്രിവാൾ ഹാസ് ലോഞ്ച്ഡ് ദ ദേശ് കെ മെൻറ്റർ പ്രോഗ്രാം. അപ്പോൾ ദേശ് കെ മെൻറ്റർ പ്രോഗ്രാം ലോഞ്ച് ചെയ്തത് ഡൽഹി ചീഫ് മിനിസ്റ്ററായ അരവിന്ദ് കെജ്രിവാളാണ്. ഡൽഹി ഗവൺമെൻറ് ഹാസ് ലോഞ്ച്ഡ് ദ ദേശ് കെ മെൻറ്റർ പ്രോഗ്രാം ടു പ്രൊവൈഡ് കരിയർ ഗൈഡൻസ് ടു സ്റ്റുഡൻസ് ഓഫ് ക്ലാസ് 9 to 12. അപ്പോൾ 9ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് കരിയർ ഗൈഡൻസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ദേശ് കെ മെൻറ്റർ പ്രോഗ്രാം ഡൽഹി ചീഫ് മിനിസ്റ്ററായ അരവിന്ദ് കെജ്രിവാൾ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആക്ടർ സോനു സൂദ് ആണ് ബ്രാൻഡ് അംബാസഡർ ഓഫ് ദ പ്രോഗ്രാം. ദേശ് കെ മെൻറ്ററിൻ്റെ ബ്രാൻഡ് അംബാസഡർ ആരാണെന്ന് ചോദിച്ചാൽ ആക്ടറായ സോനു സൂദ് ആണ്. നെക്സ്റ്റ് ന്യൂസ്, സരിത മോർ വിൻസ് ബ്രോൺസ് അറ്റ് വേൾഡ് റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്സ്. അപ്പോൾ വേൾഡ് റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്സിൽ സരിത മോർ ബ്രോൺസ് മെഡൽ ജയിച്ചു. ആരെ തോൽപ്പിച്ചുകൊണ്ടാണ്? ജൊഹന്ന ലിൻബോർഗിനെ തോൽപ്പിച്ചുകൊണ്ടാണ് ബ്രോൺസ് മെഡൽ ജയിച്ചിട്ടുള്ളത്. അപ്പോൾ ഷീ ബിക്കംസ് ദ 6th ഇന്ത്യൻ വുമൺ റെസ്ലർ ടു വിൻ എ ബ്രോൺസ് മെഡൽ അറ്റ് ദ വേൾഡ് ചാമ്പ്യൻഷിപ്പ്. അപ്പോൾ വേൾഡ് റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ ബ്രോൺസ് മെഡൽ നേടുന്ന 6ാമത്തെ ഇന്ത്യൻ വനിതയായിരിക്കുകയാണ് സരിത മോർ.
നെക്സ്റ്റ് ന്യൂസ്, ഭാരത് ബിൽ പേ സ്റ്റാർട്ട്സ് ഇറ്റ്സ് എ മൊബൈൽ പ്രീപെയ്ഡ് റീചാർജ് സർവീസസ് ഓൺ ബോർഡ്സ് BSNL. അപ്പോൾ BSNLനെ അവർ ഓൺ ബോർഡ് ചെയ്തിരിക്കുകയാണ് ഭാരത് ബിൽ പേ. അപ്പോൾ ഭാരത് ബിൽ പേയ്മെൻറ്റ് സിസ്റ്റം, ദ വൺ സ്റ്റോപ്പ് പ്ലാറ്റ്ഫോം ഫോർ ഫെസിലിറ്റേറ്റിംഗ് ഓൾ റിക്കറിംഗ് പേയ്മെൻറ്റ്സ് അക്രോസ് ദ വേരിയസ് കാറ്റഗറീസ് ഹാസ് ഗോൺ ലൈവ് വിത്ത് ദ മൊബൈൽ പ്രീപെയ്ഡ് റീചാർജസ് കാറ്റഗറി. Bharat Bill Payment System has onboarded Bharat Sanchar Nigam Limited as the first telecom operator, and the category is now live on a BHIM UPI app. RBI had approved mobile prepaid recharges as a biller category in BBPS. അപ്പോൾ ഭാരത് ബിൽ പേ ഓൺബോർഡ് ചെയ്തത് BSNLനെയാണ്. മൊബൈൽ പ്രീപെയ്ഡ് റീചാർജസ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു ഭാരത് ബിൽ പേയ്മെൻറ്റ് സിസ്റ്റം. സോ നെക്സ്റ്റ് ന്യൂസ്, പ്രൈം മിനിസ്റ്റർ മോദി വിൽ ലോഞ്ച് നാഷണൽ ഇൻഫ്രാസ്ട്രക്ചർ മാസ്റ്റർ പ്ലാൻ. അപ്പോൾ നാഷണൽ ഇൻഫ്രാസ്ട്രക്ചർ മാസ്റ്റർ പ്ലാൻ ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററായ നരേന്ദ്രമോദി ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. So, Prime Minister Narendra Modi will launch the digital platform for the first ever National Infrastructure Master Plan, through which the entire network of projects from roads and railways to telecom networks and gas pipelines until 2020, with plans up to 2024-25 will be laid out. The master plan, called PM Gati Shakti, was announced on Independence Day. അപ്പോൾ ഇൻഡിപെൻഡൻസ് ഡേയിലാണ് അത് അനൗൺസ് ചെയ്തത്. മാസ്റ്റർ പ്ലാൻ അതിൻ്റെ പേരാണ് GM ഗതി ശക്തി. അപ്പോൾ പ്രൈം മിനിസ്റ്ററാണ് ലോഞ്ച് ചെയ്യാൻ പോവുകയാണ് നാഷണൽ ഇൻഫ്രാസ്ട്രക്ചർ മാസ്റ്റർ പ്ലാൻ. നെക്സ്റ്റ് ന്യൂസ്, ഇബ റിവീൽഡ് ആസ് മാസ്കോട്ട് ഓഫ് എ FIFA Under-17 വുമൺസ് വേൾഡ് കപ്പ് ഇൻ ഇന്ത്യ. അപ്പോൾ ഇബ ആണ് റിവീൽ ചെയ്ത മാസ്കോട്ട്. അപ്പോൾ ഇബ റിവീൽഡ് ആസ് മാസ്കോട്ട് ഓഫ് FIFA Under-17 വുമൺസ് വേൾഡ് കപ്പ് ഇൻ ഇന്ത്യ. അപ്പോൾ ഒരു ഇബ ആസ് ഒഫീഷ്യൽ മാസ്കട്ട് ആൻഡ് ഏഷ്യാറ്റിക് ലയനസ്. അപ്പോൾ ഇബ എന്ന് പറയുന്നത് ഒരു ഏഷ്യാറ്റിക് ലയനസ് ആണ്. അപ്പോൾ അതിനെയാണ് മാസ്കോട്ടായിട്ട് FIFA Under-17 വുമൺസ് വേൾഡ് കപ്പിൻ്റെ മാസ്കോട്ടായിട്ട് റിവീൽ ചെയ്തിരിക്കുന്നത്. സോ നെക്സ്റ്റ് ന്യൂസ്, ഡോക്ടർ രൺദീപ് ഗുലേറിയ ബാഗ്സ് 22nd ലാൽ ബഹദൂർ ശാസ്ത്രി നാഷണൽ അവാർഡ് ഫോർ എക്സലൻസ്. അപ്പോൾ ഡോക്ടർ രൺദീപ് ഗുലേരിയയാണ് 22nd ലാൽ ബഹദൂർ ശാസ്ത്രി നാഷണൽ അവാർഡ് ഫോർ എക്സലൻസ് ബാഗ് ചെയ്തത്, അതായത് നേടിയത്. ദ വൈസ് പ്രസിഡന്റ് M. Venkaiah Naidu presented 22nd ലാൽ ബഹദൂർ ശാസ്ത്രി നാഷണൽ അവാർഡ് ഫോർ എക്സലൻസ് ടു ദ എമിനന്റ് പൾമോണോളജിസ്റ്റ് ആൻഡ് ഡയറക്ടർ ഓഫ് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് ഡോക്ടർ രൺദീപ് ഗുലേരിയ ആസ് ഉപരാഷ്ട്രപതി നിവാസ്. അപ്പോൾ ഈ അവാർഡ് കൊടുത്തത് ലാൽ ബഹദൂർ ശാസ്ത്രി നാഷണൽ അവാർഡ് ഫോർ എക്സലൻസ് രൺദീപ് ഗുലേരിയയ്ക്ക് കൊടുത്തത് M. Venkaiah Naidu ആണ്. 22nd എഡിഷൻ ആയിരുന്നു അത്. 22nd ലാൽ ബഹദൂർ ശാസ്ത്രി നാഷണൽ അവാർഡ് ഫോർ എക്സലൻസ് ആയിരുന്നു. അത് കിട്ടിയത് രൺദീപ് ഗുലേരിയയ്ക്കാണ്. വൈസ് പ്രസിഡന്റ് M. Venkaiah Naidu ആണ് അത് നൽകിയത്. നെക്സ്റ്റ് ന്യൂസ്, EESL അപ്പോയിൻറ്റ്സ് അരുൺ കുമാർ മിശ്ര ആസ് CEO. അപ്പോൾ EESLൻ്റെ CEO ആയിട്ട് അരുൺ കുമാർ മിശ്രേനെ അപ്പോയിൻറ്റ് ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. So, Energy Efficient Services Limited, a joint venture of public sector undertakings under Ministry of Power, has announced the appointment of Arun Kumar Mishra as Chief Executive Officer on deputation. അപ്പോൾ EESLൻ്റെ CEO ആയിട്ട് അരുൺ കുമാർ മിശ്രനെ അപ്പോയിൻറ്റ് ചെയ്തു എന്നാണ് ന്യൂസ്. അപ്പോൾ EESLൻ്റെ കുറച്ച് സ്റ്റാറ്റിക് GK നോക്കാം. EESL ഫൗണ്ട് ചെയ്തത് 2009 EESLൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂഡൽഹിയാണ്. EESLൻ്റെ ചെയർമാൻ K. ശ്രീകാന്ത് ആണ്. നെക്സ്റ്റ് ന്യൂസ്, banks get RBI nod to use any other ARR in place of LIBOR. അപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഹാസ് പെർമിറ്റഡ് ബാങ്ക്സ് വിച്ച് ആർ ഓത്തറൈസ്ഡ് ടു ഡീൽ ഇൻ ഫോറിൻ എക്സ്ചേഞ്ച് ടു യൂസ് എനി അതർ വൈഡ്ലി ആക്സെപ്റ്റഡ് ഓൾട്ടർനേറ്റീവ് റെഫറൻസ് റേറ്റ് ഇൻ പ്ലേസ് ഓഫ് ലണ്ടൻ ഇന്റർബാങ്ക് ഓഫേർഡ് റേറ്റ് ഫോർ ഇൻട്രസ്റ്റ് പേയബിൾ ഇൻ റെസ്പെക്ട് ഓഫ് എക്സ്പോർട്ട് ഓർ ഇമ്പോർട്ട് ട്രാൻസാക്ഷൻസ്. അപ്പോൾ ലിബോർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ഗ്ലോബൽ റെഫറൻസ് റേറ്റ് ഫോർ അൺസെക്യൂർഡ് ഷോർട്ട് ടേം ബോറോയിങ് ഇൻ ദ ഇന്റർബാങ്ക് മാർക്കറ്റാണ്. അപ്പോൾ RBIന് നോഡ് കിട്ടിയിരിക്കുകയാണ്. ARR ലിബോറിൻ്റെ സ്ഥാനത്ത് ARR യൂസ് ചെയ്യാനുള്ള നോഡാണ് കിട്ടിയിട്ടുള്ളത്. സോ RBI റിലേറ്റഡ് ന്യൂസ് ആയതുകൊണ്ട് നമുക്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കുറച്ച് സ്റ്റാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ് ചെയ്തത് 1 April 1935. RBIയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് മുംബൈയിലാണ്. RBIയുടെ ഗവർണർ ശക്തികാന്ത ദാസ് ആണ്. RBIയുടെ ഡെപ്യൂട്ടി ഗവർണേഴ്സിൻ്റെ പേരാണ് 4 സീറ്റാണുള്ളത്. അതിലത്തെ 4 പേരാണ് MK ജെയിൻ, മഹേഷ് കുമാർ ജെയിൻ, മൈക്കിൾ ദേബപത്ര പത്ര, MD പത്ര, പിന്നെ M. രാജേശ്വർ റാവ് ആൻഡ് T. രവിശങ്കർ. ഇവരാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഡെപ്യൂട്ടി ഗവർണേഴ്സ്.
പിന്നെ ആർ ബി ഐക്ക് 4 സബ്സിഡറികളാണുള്ളത്. ഹോളി ഓൺഡ് സബ്സിഡറീസ് ഓഫ് ആർ ബി ഐ എന്നാണ് പറയുക. അപ്പോൾ അതിലത്തെ ആദ്യത്തെയാണ് DICGC, അതായത് ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ, പിന്നെ NHB നാഷണൽ ഹൗസിംഗ് ബാങ്ക്, പിന്നെ BRBNMPL ഭാരതീയ റിസർവ് ബാങ്ക് നോട്ട് മുദ്രൺ പ്രൈവറ്റ് ലിമിറ്റഡ്, പിന്നെ IFTAS അതായത് ഇന്ത്യൻ ഫിനാൻഷ്യൽ ടെക്നോളജി ആൻഡ് അലൈഡ് സർവീസസ്. നെക്സ്റ്റ് ന്യൂസ്, നോബൽ പ്രൈസ് 2021 ഇൻ എക്കണോമിക്സ് അവാർഡഡ് ടു ഡേവിഡ് കാർഡ്, ജോഷുവ ആംഗ്രസ്റ്റ് ആൻഡ് ഗുയിഡോ ഇംബെൻസ്. അപ്പോൾ ഈ 3 പേർക്കാണ് നോബൽ പ്രൈസ് ഇൻ എക്കണോമിക്സ് 2021 അവാർഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 3 US based economists won 2021 Nobel Prize for Economics for pioneering research on the labor market impacts of minimum wage, immigration and education, and for creating the scientific framework for to allow conclusions to be drawn from such studies that can't use a traditional methodology. അപ്പോൾ നോബൽ പ്രൈസ് ഇൻ എക്കണോമിക്സ് കിട്ടിയത് ഡേവിഡ് കാർഡ്, ജോഷുവ ആംഗ്രൈസ്റ്റ്, അതേപോലെ ഗുയിഡോ ഇംബെൻസ്, ഇവർക്കാണ് നോബൽ പ്രൈസ് ഇൻ എക്കണോമിക്സ് 2021 ലഭിച്ചിരിക്കുന്നത്. പീറ്റർ ഫ്രെഡറിക്സൺ, ചെയർ ഓഫ് ദ എക്കണോമിക് സയൻസസ് കമ്മിറ്റി. അപ്പോൾ പീറ്റർ ഫ്രെഡറിക്സൺ ചെയർമാൻ ഓഫ് എക്കണോമിക് സയൻസസ് കമ്മിറ്റിയാണ്. സോ നോബൽ പ്രൈസ് കിട്ടിയത് ഡേവിഡ് കാർഡ്, ജോഷുവ ആംഗ്രസ്റ്റ് ആൻഡ് ഗൈഡോ ഇംബെൻസ്. സോ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിൽ ഇത്രയേ ഉള്ളൂ. ഞാൻ കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റാറ്റിക് GK കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഈ ക്ലാസ് യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും തീർച്ചയായിട്ടും ഈ ക്ലാസ് റെക്കമെൻഡ് ചെയ്യണം, ഷെയർ ചെയ്ത് കൊടുക്കണം. സോ നാളത്തെ കറണ്ട് അഫയേഴ്സിൽ വീണ്ടും കാണാം. താങ്ക് യു എവരി വൺ.